ഹായ് ഓൾ വെൽക്കം ടു എൽലേൺ അക്കാഡമി. CUT PG 2026 എക്സാം ഒക്കെ കഴിഞ്ഞു. സ്കോർ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റിയിലേക്ക് എങ്ങനെയാണ് CUT-യുടെ സ്കോർ കാർഡ് വെച്ച് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് സീരീസ് എന്നുള്ള രീതിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ PGക്ക് നോക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അവരുടെ CSAS പോർട്ടലിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uod.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ റിലേറ്റഡ് ടു സെഷൻ 2026-27 കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ CSAS, അതായത് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം ത്രൂ ആണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. സോ നമുക്ക് അതിന് മുൻപായിട്ട് ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രസ് റിലീസിൽ അവർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ഓക്കെ, ഈ പ്രാവശ്യത്തെ പ്രത്യേകതയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 2 തരത്തിലുള്ള പ്രോഗ്രാംസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമും അതേപോലെ തന്നെ 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമും എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഒബിയസ്ലി 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ 4 ഇയേഴ്സ് ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കായിരിക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. അതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ സൈറ്റിൽ കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എങ്ങനെയാണ് 2 ഇയർ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ അതിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ CUETക്ക് അപ്ലൈ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ പോർട്ടലിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 16 മുതൽ ജൂൺ 7 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇനി രജിസ്ട്രേഷൻ ഫീസ് അവിടെ വരുന്നുണ്ട്. SC ST PWD കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയാണ് വരുന്നത്. ഇനി ജനറൽ OBC NCL EWS കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയായിരിക്കും ഫീസ് വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളോട് കാൻഡിഡേറ്റ്സിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അതേപോലെ തന്നെ കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം അവർ എങ്ങനെയാണ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട്. ആ 2 PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും സൈറ്റിൽ നിന്ന്. അതൊന്ന് റീഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ 1 ഇയർ പ്രോഗ്രാമിനെ കുറിച്ച് പിന്നീട് എന്ത് ചെയ്യും, നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും. സോ നമ്മൾ ബാക്ക് ടു ഹോം പോവാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലിങ്ക് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജനറൽ ഇൻസ്ട്രക്ഷനിൽ അവർ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, CUT PG എക്സാം എഴുതിയിരിക്കണം. അതിന്റെ സ്കോർ കാർഡ് വെച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് എന്ത് വരുന്നത്, അഡ്മിഷൻ പ്രോസസ്സ് വരുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, നിങ്ങൾ ഈ CSAS ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിരിക്കണം എന്നും അവർ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനും മറ്റുമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇതേപോലെ ഒന്ന് റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അബൌട്ട് ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുമ്പോൾ അവിടെ 6.5+ ലാക്ക് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതേപോലെ അവിടെ 16 ഫാക്കൽറ്റീസ് വരുന്നുണ്ട്, 86 ഡിപ്പാർട്ട്മെന്റ്സ്, 91 കോളേജസ് കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അഫ്കോഴ്സ് അവിടെ എന്തുണ്ട്, 540ഓളം പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ലേണിംഗ് എൻവിറോൺമെന്റ്, അതേപോലെ ലൈബ്രറി സിസ്റ്റം, അവിടുത്തെ ലാബുകൾ, പിന്നെ അവിടെ പ്ലേസ്മെന്റ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻസ്, പിന്നെ നിങ്ങളുടെ കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ എങ്ങനെ എൻഗേജ്മെന്റ് ചെയ്യാം എന്നുള്ള സാധനങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങളൊന്ന് റീഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 2 ഇയേഴ്സ് PG പ്രോഗ്രാമും വരുന്നുണ്ട്, 1 ഇയർ PG പ്രോഗ്രാമും വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്ന് റീഡ് ചെയ്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് റീഡ് ചെയ്യാവുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി എന്തൊക്കെ പ്രോഗ്രാംസ് അല്ലെ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നമുക്ക് അവിടെ ഓഫർ ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റി ഓഫ് ആർട്സിൽ ഇത്രയും പ്രോഗ്രാംസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അതായത് MA അറബിക്, ബംഗാളി, ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് വരുന്നുണ്ട്, കമ്പാരിറ്റീവ് ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഹിന്ദി ജേർണലിസം, ഹിന്ദു സ്റ്റഡീസ്,
ഹിസ്പാനിക്, ഇറ്റാലിയൻ സ്റ്റഡീസ് എന്ന് തുടങ്ങിയ ഒരുപാട് കോഴ്സുകൾ എന്തുണ്ട് നമ്മുടെ ഫാക്കൽറ്റി ഓഫ് ആർട്സിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫാക്കൽറ്റി ആണ് നിങ്ങളുടെ കോഴ്സ് ഓഫർ ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ഫാക്കൽറ്റി ചൂസ് ചെയ്യുന്നു. ഇപ്പൊ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ MA ആഫ്രിക്കൻ സ്റ്റഡീസ്, ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ, ഇങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഫാക്കൽറ്റി ഓഫ് സയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MSc അല്ലെങ്കിൽ അതായത് MSc PhD കമ്പൈൻഡ് ഡിഗ്രി കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബയോമെഡിക്കൽ സയൻസിനാണ്. അതല്ലാതെ MSc ആന്ത്രോപോളജി വരുന്നുണ്ട്, MSc ഫോറൻസിക് സയൻസ്, ബോട്ടണി, കെമിസ്ട്രി, എൻവിറോൺമെന്റൽ സ്റ്റഡീസ്, അതേപോലെ എൻവിറോൺമെന്റൽ സയൻസ്, ജിയോളജി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഇങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് വായിക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ഫാക്കൽറ്റീസിൽ ഏതൊക്കെയാണ് ഓഫർ ചെയ്യുന്നത് നോക്കുക. ഇവിടെ മാത്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ MCA, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ ഓപ്പറേഷണൽ റിസർച്ച് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളാണ്. ഇനി നമ്മുടെ അപ്ലൈഡ് സയൻസിലേക്ക് വരുന്ന സമയത്ത് ബയോ കെമിസ്ട്രി, ബയോ ഫിസിക്സ് ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്, ഇലക്ട്രോണിക്സ്, മൈക്രോവേവ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ജെനറ്റിക്സ്, ഇൻഫോർമാറ്റിക്സ്, മൈക്രോബയോളജി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വരുന്നുണ്ട്. നമുക്കറിയാം ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കൊമേഴ്സിനും ഒരു ഹബ്ബായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സ് അവിടെ MCOM അവർ ഓഫർ ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻസ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സ്, MEd വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഫാക്കൽറ്റി ഓഫ് ലോയിൽ നമുക്ക് എല്ലാം ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വരുന്നുണ്ട്. പിന്നെ അതേഴ്സ് കോഴ്സ് ആയിട്ട് സം കോഴ്സസ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഫാക്കൽറ്റി കണ്ടു, അതിൽ ഏതൊക്കെയാണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മാക്സിമം അതായത് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജനറൽ അല്ലെ OBC, NCL, EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സിൽ നിങ്ങൾ 50% മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. ഇനി SC, ST, PWD കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 45% മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ നിങ്ങളിപ്പം ഓൾറെഡി ഓൺഗോയിങ് ആയിട്ട് ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ റിസൾട്ട് അവൈറ്റിംഗ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർടേക്കിംഗ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. കംപ്ലീറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് CUET PGക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രം എന്തില്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടില്ല. അതിന് നിങ്ങൾ ഈ CSAS എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമാവണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത്ര കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഓരോ കോഴ്സുകളും അതിന്റെ എലിജിബിലിറ്റി, അതേപോലെ എത്രയാണ് സീറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സീറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ MA അറബിക് എന്ന കോഴ്സാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നോൺ ആയിട്ടുള്ള കാര്യമാണ്, CUT പേപ്പർ കോഡ് LAQ P05 എന്ന് പറയുന്ന ഇത് എഴുതിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു MA അറബിക് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതിൽ C1 C2 കാറ്റഗറി എന്ന് പറഞ്ഞാൽ, C1 എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് പുറത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബാച്ചിലർ ഡിഗ്രി ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അതാണ് അവരുടെ സ്പെസിഫിക് എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത്. ഇനി C2 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഇന്റേണൽ സ്റ്റുഡൻസ് ആണ്, അതായത് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ ബാച്ചിലേഴ്സ് പഠിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഏതൊക്കെ കോളേജുകൾ ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറബിക്കിൽ ഇപ്പോൾ ജനറൽ കാറ്റഗറിയുടെ അണ്ടറിൽ അറബിക്കിന് നമുക്ക് 6 സീറ്റ് വരുന്നുണ്ട്. SC ആണെന്നുണ്ടെങ്കിൽ 2 സീറ്റാണ്, ST ആണെന്നുണ്ടെങ്കിൽ 1 സീറ്റ് ഉണ്ട്, OBC ആണെന്നുണ്ടെങ്കിൽ 5 സീറ്റ് ഉണ്ട്, EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1 സീറ്റ് ഉണ്ട്. ഈ രീതിക്ക് അവർ അവിടെ പറയുന്നുണ്ട്. ഇനി ജാക്കിർ ഹുസൈൻ ഡൽഹി കോളേജ്, അതേപോലെ NCWEB, ഈ ക്യാമ്പസ് ഇതെന്ന് പറയുന്നത് ആക്ച്വലി അവിടെ ഡൽഹിയിൽ തന്നെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ച്വലി എന്തെന്ന് ആ ഒരു കോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി നമ്മൾ MA ബംഗാളി, അതേപോലെ നമ്മൾ ബാക്കിയുള്ള കോഴ്സുകൾ നോക്കുകയാണ്, ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു PDF എടുത്തിട്ട് നിങ്ങൾക്ക് പോവേണ്ട കോഴ്സ് ഏതാണ് എന്നുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ MA ഇംഗ്ലീഷ് നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ CUT പേപ്പർ കോഡ് LAQ P01 എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ കോഡ് വെച്ചിട്ടുള്ള എക്സാം ഓൾറെഡി എഴുതിയിരിക്കണം. അതിന്റെ സ്കോർ കാർഡാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, C1 കാറ്റഗറി ആണ്, നിങ്ങൾ എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 years അല്ലെങ്കിൽ 4 year ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ള ആളുകളായിരിക്കണം, ഹോൾഡർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ കോളേജുകളാണ് ഇത് ഓഫർ ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, അതായത് നോർത്ത് ക്യാമ്പസ് വരുന്നുണ്ട്. ഇതല്ലാതെ ആത്മര, സനന്ദൻ ധർമ്മ കോളേജ് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മളിപ്പം അറിയുന്ന കുറെ കോളേജസ് ഉണ്ട് അല്ലെ, ഗാർഗി കോളേജ്, ഹൻസ്രാജ്, ഹിന്ദു കോളേജ്,
ഇന്ദ്രപ്രസ്ഥ കോളേജ്, അതേപോലെ ജീസസ് ആൻഡ് മേരി കോളേജ്, കമല നെഹ്റു കോളേജ്, കിറോറി മാൽ കോളേജ്, ലേഡി ശ്രീറാം കോളേജ്, മിറണ്ട കോളേജ്. അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം സീറ്റ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അടുത്തതായിട്ട് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ സീറ്റ് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഏതൊക്കെ കോളേജുകളാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ഏത് കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾ വിചാരിക്കുന്നത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ഞാൻ കംപ്ലീറ്റ് വായിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ കോഴ്സുകൾ നോക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആഫ്രിക്കൻ സ്റ്റഡീസ് വരുമ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ മാത്രമേ എന്തുള്ളൂ ഈ ഒരു കോഴ്സ് അവർ ഓഫർ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ആയി കഴിഞ്ഞാലും അതിൻ്റെ ഇതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഇനി MA ജോഗ്രഫി ഉണ്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത്. ഇനി MA ഹിസ്റ്ററി വരുന്ന സമയത്ത് കണ്ടോ ഒരുപാട് കോളേജുകൾ അവർ കാണിക്കുന്നുണ്ട് അല്ലെ, അൻസ്രാജ് കോളേജ്, ഹിന്ദു കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോളേജിൽ ഈ ഒരു കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഫാക്കൽറ്റി ഓഫ് സയൻസ്, അതേപോലെ ഇപ്പം MSc ആന്ത്രോപോളജിക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഫ്കോഴ്സ് എന്ത് ചെയ്യണം, ഈ ഒരു CUET പേപ്പർ കോഡ് വന്നിട്ടുള്ള ഈ ഒരു എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം. ഇതിന്റെ നിങ്ങളുടെ സ്കോർ കാർഡാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ ഇത്രയും കോളേജുകൾ നിങ്ങൾക്ക് ഉണ്ട്, മിറണ്ട അതേപോലെ ഹൻസ്രാജ് ഒക്കെ വരുന്നുണ്ട്. ടോട്ടൽ എത്ര സീറ്റ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. സോ ഇത് അധികം പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫാക്കൽറ്റി ഓഫ് മ്യൂസിക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് മാസ്റ്റേഴ്സ് ഓഫ് ഫൈനാൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതൊന്ന് റീഡ് ചെയ്ത് വെക്കാം. ഫാക്കൽറ്റി ഓഫ് മെഡിക്കൽ സയൻസിൽ വരുന്ന സമയത്ത് ഈ രീതിയിൽ വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞു. ഇനി നമുക്ക് റിസർവേഷൻ വരുന്നുണ്ട്. അതായത് ഇപ്പം SC ST കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ട് 22.5% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് അവിടെ അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കേണ്ടതുണ്ടാകും. അതേപോലെ 27% സീറ്റ്സ് ആയിരിക്കും റിസർവ്ഡ് ഫോർ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു OBC കാറ്റഗറി. OBC NCL കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 10% സീറ്റ് ആയിരിക്കും വരുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇതല്ലാതെ സൂപ്പർ ന്യൂമററി സീറ്റ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പം ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ, അതായത് ചിൽഡ്രൻസ് അല്ലെങ്കിൽ വിഡോസ് ഓഫ് പേഴ്സണൽ ഓഫ് ആംഡ് ഫോഴ്സസ് ഇൻക്ലൂഡിങ് പാരാമിലിറ്ററി, അതായത് CW കാറ്റഗറി, KM അതായത് കാശ്മീരി മൈഗ്രൻസ് അതുണ്ടാവില്ലല്ലോ, ഓർഫൻസ് കോട്ട, അതേപോലെ ബെഞ്ച് മാർക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ, സിംഗിൾ ഗേൾ ചൈൽഡ്, സ്പോർട്സ്. അപ്പോൾ ഇങ്ങനത്തെ കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ളത്. ബാക്ക് ടു ഹോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഓൾറെഡി ലിങ്ക് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഇവിടെ എങ്ങനെയാണ് കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു, അതെങ്ങനെയാണ് നടക്കുന്നത്, അഡ്മിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പായിട്ട് ഒന്ന് സ്റ്റഡി നടത്താം. സോ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ നമ്മൾ അഗെയിൻ അതിലേക്ക് റീഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, CUT PG എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് CSAS PG 2026 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മെത്തേഡ് ത്രൂ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതേപോലെ പിന്നെ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ്സായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ സീറ്റ് മെട്രിക്സും കാര്യങ്ങളും എലിജിബിലിറ്റി ക്രൈറ്റീരിയ സാധനങ്ങളൊക്കെ വേണം നിങ്ങൾക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പിന്നെ ഈ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സും അതിന്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ് എൻട്രി പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഏതൊക്കെ സീറ്റുകളിലേക്കാണ് പോവേണ്ടത്, അതായത് ഏതൊക്കെ കോളേജിലേക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. പ്രിഫറൻസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്പർ ഇല്ല, എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്.
അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സ്കോർ എത്രയാണോ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് സീറ്റ് അലൊക്കേഷൻ ഉണ്ടാവുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇപ്പം വേറെ ഏതെങ്കിലും ഒരു കോട്ട ത്രൂ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക. അതേപോലെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കുക. ഈ ഒരു പേജ് നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റീഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗം നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. രജിസ്ട്രേഷൻ ഫീസ്, അതായത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫീസ് വരുന്നുണ്ട്, SC/ST കാറ്റഗറി ആണെങ്കിൽ ഈ ഒരു ഫീസാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, അപ്പം ഒരു സ്പോർട്സ് കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 100 റുപ്പീസ് വെച്ചിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതുണ്ട്, അഡീഷണൽ ഫീസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം മ്യൂസിക് ആ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് അവിടെ ഒരു ഓഡീഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് സെക്ഷൻ ഒക്കെ ഒരു പ്രാക്ടിക്കൽസ് ഒക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ 400 റുപ്പീസ് അവിടെ പേ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇത്തരം കാര്യങ്ങളും നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു സീറ്റ് അലോക്കേഷൻ സിസ്റ്റം ത്രൂ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് ഏത് കോളേജാണ് ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ അലോക്കേഷൻ കം അഡ്മിഷൻ പ്രോസസ് ആയിരിക്കും വരുന്നത്. പേയ്മെന്റ് ഓഫ് പ്രോഗ്രാം ഫീസ് അവിടെ വരുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അതായത് നിങ്ങളൊരു ഒരു പ്രോഗ്രാമിന്റെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് അപ്പം തന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ കൺഫേം ആവുന്നുള്ളൂ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാനായിട്ട് പോകാം. ഇപ്പോൾ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് ഇപ്പം അതിൻ്റെ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കാവേ. ഒരു മിനിറ്റ്, അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്യാണ്, അവിടെ ലോഗിൻ ടു, അതായത് ആപ്ലിക്കേഷൻ അല്ലെ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ പ്രൊഫൈൽ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പ് പ്രോസസ് ആണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് പ്രൊഫൈൽ ഉണ്ട് അത് ലോക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യും, പിന്നെ നിങ്ങൾ ഫീസ് അടയ്ക്കും. ഇതാണ് ഓൾ ടുഗദർ ആയിട്ട് വരുന്നത്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ജെൻഡർ, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, എത്രയായിരിക്കും ഏജ് വരുന്നത്, കാറ്റഗറി ഏതാണ്, അതേപോലെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡേറ്റ്, നിങ്ങളുടെ സ്റ്റേറ്റ് അല്ലെ കേരള, അതേപോലെ കമ്മ്യൂണിറ്റി ഏതാണോ അത് വരുന്നത്, നിങ്ങളുടെ ആനുവൽ ഫാമിലി ഇൻകം എത്രയാണ് വരുന്നത്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്പർ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അടുത്തതായിട്ട് നിങ്ങളുടെ ഇമെയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇമെയിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ ഒരു ചേഞ്ച് വരരുത്. നിങ്ങൾ ഓൾറെഡി CUET PGക്ക് എന്താണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ ഇവിടെയും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ടും പറ്റില്ല, അത് സെയിം ആയിരിക്കണം എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റിലീജിയൻ, അതേപോലെ ഓർഫൺ ആണോ ചോദിക്കുന്നുണ്ട്, നാഷണാലിറ്റി, ഡൊമിസിയൽ, സ്റ്റേറ്റ് ഓഫ് ഡൊമിസിയൽ ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലുള്ള സ്റ്റുഡന്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ്, മദേഴ്സ് നെയിമും അതേപോലെ ഫാദേഴ്സ് നെയിം, ഒക്യുപ്പേഷൻ, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാറ്റഗറി കോട്ടയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ PWD കാറ്റഗറി ആണോ, അപ്പൊ അല്ലല്ലോ, അപ്പൊ അല്ലാന്ന് കൊടുക്കുക. കാശ്മീരി മൈഗ്രന്റ് ആവില്ല. പിന്നെ ഇനി ഇതേപോലെ തന്നെ ചിൽഡ്രൻസ് അല്ലെങ്കിൽ വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ്ഡ് പേഴ്സണൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ എങ്ങനെയാണോ അത് കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ്, കറസ്പോണ്ടിങ് അഡ്രസ്സ് കൊടുക്കുക. അത് സെയിം ആസ് പെർമനന്റ് അഡ്രസ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ റീഫണ്ട് ഇഫ് ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫീസ്, അതായത് ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി പൈസ എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് വരുന്നുണ്ട്. അപ്പൊ ചെറിയൊരു എമൗണ്ട് വെച്ച് ബാക്കി നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് കറക്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നെയിം ഓഫ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ചോദിക്കുന്നുണ്ട്, അക്കൗണ്ട് നമ്പർ, അതേപോലെ നെയിം ഓഫ് ദ ബാങ്ക് ചോദിക്കുന്നുണ്ട്, പിന്നെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് കൊടുക്കണം, കാരണം ഇതിലേക്കായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, റീഫണ്ട് വരുന്നുണ്ടാവുക. ഓക്കെ,
ഇനി നിങ്ങളോട് ബാക്കിയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഇയർ ഗ്യാപ്പ് വരുന്നുണ്ടോ, എന്തുകൊണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെ ഇതാക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ, അതേപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. 10 KB to 500 KB ആണ് ഈ ഒരു സൈസ് ഫയൽ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ സ്കോർ കാർഡ്, ഇവിടെ CUT PGയുടെ സ്കോർ കാർഡ് റിസൾട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറി ആണോ അത് ചോദിക്കുന്നുണ്ട്. ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ 10th മാർക്ക് ഷീറ്റ് വെച്ചാൽ മതി, അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പ്രിവ്യൂ കൊടുത്തിട്ട് ആൻഡ് ലോക്ക് പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത ഒരു ഫേസിലേക്ക് പോകും. അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഇതേപോലെ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അടുത്തതായിട്ട് അപ്ലൈ ഫോർ എ പ്രോഗ്രാം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഓൾറെഡി എന്താണ്, ഇവിടെ നമ്മുടെ CUETയുടെ നമ്മുടെ സ്കോർ കാർഡ് ലിങ്ക് ചെയ്യുന്നുണ്ട്. സോ അവിടെ തന്നെ നമ്മളിപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ കോഴ്സുകൾ നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പർ കോഡ് ചെയ്തിട്ടുണ്ടോ അതിൽ നമ്മൾ ഏതൊക്കെയാണ് കോഴ്സുകൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് അവരവിടെ കറക്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. സോ നമ്മൾ അതിൽ ഏതൊക്കെയാണ് കോളേജസ് പോവേണ്ടത് എന്നുള്ളത് മാത്രം നോട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രിഫറൻസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ബാക്ക് ടു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കാൻഡിഡേറ്റ് നെയിം, കാറ്റഗറി, അതേപോലെ PWD ആ ഒരു സ്റ്റാറ്റസ്, പിന്നെ DOB, ജെൻഡർ, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ, ഈ സാധനങ്ങളൊക്കെ ഓട്ടോ ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതായത് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, CUET PGക്ക് ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ എന്തുണ്ടാകും, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് അതൊന്നും അല്ലാണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, അതിനെ കറക്റ്റ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള പറയുന്നുണ്ട്. സോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ഇമെയിലും ഫോൺ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഒരു OTP വരുന്നുണ്ടാവും, അതൊക്കെ നിങ്ങൾ കറക്റ്റ് കൊടുക്കുക കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കൊടുക്കണം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് CUT PGയുടെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, അതേപോലെ നിങ്ങളുടെ പേര് ആസ് പെർ CUT PG, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഈ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് തിരുത്താനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ സെലക്ഷൻ ആണ്. പ്രൊഫൈൽ സെലക്ഷൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, അതിൽ തന്നെ നമ്മളോട് സ്പോർട്സ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളോട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് ഡോക്യുമെന്റ്സ് ഒക്കെ. അതൊക്കെ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്തു, പ്രിവ്യൂ ചെയ്തു, സബ്മിറ്റ് ലോക്കും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് അടുത്ത പ്രോസസ് ആയിട്ടുള്ള പ്രോഗ്രാം സെലക്ഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രോഗ്രാം സെലക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടാകും, ഒരു കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ഫോർ ഓൺലി ദോസ് പ്രോഗ്രാംസ് വിച്ച് ഈസ് എലിജിബിൾ ആസ് പെർ ദ പ്രോഗ്രാം സ്പെസിഫിക് എലിജിബിലിറ്റി മെൻഷൻ ഇൻ BOI PG 2026. അതായത് നമ്മുടെ ഓൾറെഡി ഇത് ലിങ്ക് ചെയ്തത് കൊണ്ട് അവിടെ ഓൾറെഡി കാണിക്കും. അപ്പൊ അതൊന്നും നിങ്ങൾ ചൂസ് ചെയ്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എലിജിബിലിറ്റി കൺഫർമേഷൻ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രൊവൈഡിങ് പ്രിഫറൻസ്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് പ്രിഫറൻസ് കൊടുക്കാം. ഓക്കെ, ഏതൊക്കെ കോളേജുകളാണ് പ്രിഫറൻസ് എന്നുള്ളത് കൊടുക്കാം. അപ്പം പ്രിഫറൻസ് നിങ്ങൾ ഇപ്പോൾ ഡൗട്ട് അടിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആരെങ്കിലും മലയാളീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ NIRF റാങ്കിങ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ കോളേജസിന്റെ റാങ്കിങ് ആണ് 2025 കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ ആദ്യത്തെ 5 കോളേജസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ്. ഹിന്ദു കോളേജ്, മിറാണ്ട കോളേജ്, ഹൻസ്രാജ് കോളേജ്, അതേപോലെ കിറോറെ മാൾ കോളേജ്, സെന്റ് സ്റ്റീഫൻ കോളേജ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 100 കോളേജ് നോക്കുകയാണെങ്കിൽ 40 എണ്ണവും ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലായിരിക്കും. സോ നിങ്ങൾ ഡൽഹിയിൽ ഏത് അതായത് ഏത് കോളേജസ് പോയി കഴിഞ്ഞാലും അത് അടിപൊളിയായിരിക്കും. നമ്മൾ നാട്ടിലെ ഒരു ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് എടുക്കുന്നതിനെക്കാട്ടിലും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്ക് ടു ഈ ഒരു ബുള്ളറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ആ ഒരു പ്രിഫറൻസ് നിങ്ങൾ ഓൾറെഡി കൊടുത്തു. ഓക്കെ, അപ്പൊ പ്രിഫറൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അവിടെ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ആളുകളായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാകും കുറെ ഐഡിയാസ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ടേസ്റ്റ് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അക്കാഡമിക് സെഷൻസ് കാര്യങ്ങൾ എന്ന് പറയുന്നത്
നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയാൽ മതി. നിങ്ങൾ അധികം വല്ലാണ്ട് ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളില്ല. നിങ്ങളുടെ പ്രിഫറൻസ് കൺഫേം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ പ്രോഗ്രാം ഓൾറെഡി ചൂസ് ചെയ്തു, അത് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാം. പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിഫറൻസ് മാറ്റാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രിഫറൻസ് നിങ്ങൾക്ക് പേയ്മെന്റിന് മുമ്പായിട്ട് മാത്രമേ മാറ്റാനായിട്ട് പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സീറ്റ് അലോക്കേഷൻ നടക്കും. ഓക്കെ, അങ്ങനെ സീറ്റ് അലോക്കേഷൻ നടക്കുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ നിങ്ങളുടെ കാറ്റഗറി, അതേപോലെ അവിടുത്തെ സീറ്റ് അവൈലബിലിറ്റിയുടെ ഒക്കെ അണ്ടറിലായിരിക്കും നടക്കുന്നുണ്ടാവുക. സോ നിങ്ങളെക്കാട്ടിലും പിന്നെ മുകളിൽ, അതായത് മാർക്ക് കുറവാണെങ്കിൽ പോലും വേറൊരു കാറ്റഗറിക്കാരൻ ചിലപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളെക്കാട്ടിലും മുമ്പിൽ റാങ്കിൽ വന്നേക്കാം, റാങ്ക് ലിസ്റ്റിൽ വന്നേക്കാം എന്നുള്ളതാണ്. അപ്പം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യായിരിക്കും ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി സീറ്റ് അലോക്കേഷൻ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജ്, ഇപ്പോൾ ഹൻസ്രാജ് കോളേജിന് അവിടെയാണ് നിങ്ങൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിച്ചത്, അത് നിങ്ങളുടെ തേർഡ് ഓപ്ഷൻ ആയിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അതാണ് ഈ പ്രാവശ്യം കിട്ടിയതെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് പ്രോപ്പറായിട്ട് കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അലോക്കേറ്റഡ് സീറ്റ് എന്ന് കാണിക്കും. അവിടെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും ഡിനേ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഫീസ് അടിക്കാനായിട്ട് പറ്റും. ഫീസ് അടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അടുത്ത, അപ്പം നിങ്ങൾക്ക് ആ ഒരു കോളേജ് പോരാ, അതിന് മുകളിലോട്ടുള്ള കോളേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിനെ കംപ്ലീറ്റ് ഔട്ടായി പോകും. പിന്നെ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരു പിന്നെ കോളേജിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡ് എടുത്ത് നോക്കേണ്ടതുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇതിൽ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് പോകാൻ പറ്റില്ല. റിജക്ഷൻ സംഭവിക്കുന്ന കേസുകളൊക്കെ അവർ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളോട് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അലോക്കേഷൻ, അതായത് വേറെ റൗണ്ട്സ് ഉണ്ടാകും. ഫസ്റ്റ് റൗണ്ട്, അതായത് പ്രൊഫഷണൽ ആയിട്ട് ഫസ്റ്റ് വന്നു, പിന്നെ പ്രൊഫഷണൽ 2 എന്നുള്ള രീതിക്കൊക്കെ സംഭവിക്കാം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പം ഓൾറെഡി ഒരു ഒരു കോളേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അടുത്ത കോളേജിലേക്ക് നിങ്ങൾക്ക് മുകളിലോട്ട് പോകാനാണ് ഈ അപ്ഗ്രേഡ് എന്ന് പറയുന്നത്. ആ രണ്ട് ഓപ്ഷനെ കുറിച്ചും ജസ്റ്റ് നമ്മൾ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് വന്നതിന് ശേഷമാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് പിന്നെ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ ഫീസ് ആയിട്ട് ഒരു 1000 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട്, അതായത് ആ ഫീസ് അടിച്ചു കഴിഞ്ഞാൽ ബാക്കി പൈസ നിങ്ങൾക്ക് റീഫണ്ട് വരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനിയാണ് ഒരു കാര്യം പറയാനുള്ളത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മിഡ് എൻട്രി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഈ പ്രാവശ്യം നമുക്കുണ്ട്. അതായത് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പ്രോസസ്സിൽ, CSAS പ്രോസസ്സിൽ നിങ്ങൾ വന്നിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ 1, 2, 3 റൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പിന്നെ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മാറാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഏറ്റവും നല്ലത് ആദ്യം തന്നെ, അതായത് 250 രൂപ കൊടുത്തിട്ട് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമാവുന്നതാണ്. സോ ഇനി ഇൻ ബിറ്റ്വീൻ, അതായത് നിങ്ങൾക്ക് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡ് എൻട്രി ഫീസ് അടിച്ചുകൊണ്ട്, അതായത് 1000 രൂപയാണ് വരുന്നത്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷനിലേക്ക്, ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം കൂടെ ഓർക്കുകയാണ് പറയാണ്. ഓക്കെ, പിന്നെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫീസ് കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യാണ്, അഡ്മിഷൻ എടുക്കുന്ന ഒരു രീതിയാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ റീഫണ്ട് പോളിസി അവിടെ പറയുന്നുണ്ട്. അതായത് റീഫണ്ട് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് പൈസ കിട്ടും എക്സെപ്റ്റ് ദിസ് എമൗണ്ട്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്തത് 250 രൂപ തിരിച്ച് കിട്ടില്ല. മിഡ് എൻട്രി ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. അതേപോലെ വിത്ഡ്രോവൽ 1000 റുപ്പീസ് അതും നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല. ബാക്കി കംപ്ലീറ്റ് പൈസ നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. അതായത് ഓരോ കാറ്റഗറി വൈസ് ആയിട്ടാണ്, സ്പോർട്സ് കാറ്റഗറി അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ചില സമയങ്ങളിൽ അണ്ടർടേക്കിംഗ് എടുക്കേണ്ടി വരും. അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ റിസൾട്ട് അവൈറ്റിംഗ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവിടെ അണ്ടർടേക്കിംഗ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു PDF-ന്റെ ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഫില്ല് ചെയ്തിട്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അത് വെക്കേണ്ടതുണ്ട്. സോ അതേപോലെ നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ അണ്ടർടേക്കിംഗ് ഉണ്ട്. അതേപോലെ ഇങ്ങനത്തെ കുറച്ച് അണ്ടർടേക്കിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ഇത്
കൊടുക്കണം. അതേപോലെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നത്, അതായത് അഡ്മിഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓൺലൈൻ ആയിട്ടാണെങ്കിൽ പോലും നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ഓഫ്ലൈൻ ആയിട്ട് ചെയ്യുന്നതാണ്. സോ ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിന്റെ കംപ്ലീറ്റ് നമ്മുടെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്നും നമ്മുടെ ഈ ഒരു PDF തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഓക്കെ, ഇത് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് പറയുന്ന സാധനങ്ങളാണ്. സോ ഇത്രയാണ് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. സോ ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു.